ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ട്രാവൽ ബാഗ്. എൻ്റെ ഒരു ട്രാവൽ ബാഗിൽ ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ട്രാവലിലാണ്, നമ്മൾ വാഗമണാണിപ്പോൾ. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവൽ ബാഗ്. അപ്പോൾ ഈ ഒരു ബാഗിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബാഗ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് ജൂട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജിം ബാഗൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, ഒരു സിലിണ്ടർ പോലെ കണ്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും, അതായത് മേക്കപ്പ് ഐറ്റംസും അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം ഞാൻ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കണ്ട ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തോളയിൽ ഇങ്ങനെ തൂക്കിയിടാനും പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം അതുകൊണ്ടുള്ള ഒരു ഇഷ്ടം, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബാഗല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടവും കൂടെ എനിക്ക് ഈ ബാഗിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരൊറ്റ ഓപ്പണിംഗ് ആണുള്ളത്. ഇങ്ങനെ ഒരൊറ്റ ഓപ്പണിംഗ് ആണുള്ളത്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആദ്യം ഒരു പൗച്ച്, ഇങ്ങനെ ഒരു പൗച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് എൻ്റെ മോയ്സ്ചറൈസർ, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ തീരാറായി. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും എവിടെ പോയാലും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് മോയ്സ്ചറൈസർ. പിന്നെ വരുന്നത് സൺസ്ക്രീൻ, UV ഡോഗ്സിൻ്റെ സൺസ്ക്രീൻ, അതും തീരാറായിട്ടുണ്ട്. പിന്നെ വരുന്നത് കൺസീലർ, എവിടെ പോയി, അടുത്തത് കൺസീലറും ഉണ്ട്, ഓറഞ്ച് കറക്റ്ററും ഉണ്ട്, 2 വെള്ളേ ഗേളിൻ്റെ സാധനം. ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മേക്കപ്പ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ഒരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റ്, അതിൻ്റെ അടപ്പിങ്ങനെ പൊട്ടിയാറ് ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മാഴ്സിൻ്റെ ഒരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. പിന്നെ മേബിലിൻ്റെ ഒരു ലൂസ് പൗഡറുണ്ട്. പിന്നെ ഷുഗറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറുണ്ട്. പിന്നെ മേബിലിൻ്റെ ഒരു ഐലൈനർ. പിന്നെ 2 കാജൽ എടുത്തിട്ടുണ്ട്, ഒന്ന് ഷുഗറിൻ്റെയും ഒന്ന് ലാക്മേയുടെയും, 2 പിന്നെ ഒരു മസ്കാര, ഇത് മേബിലിൻ്റെ ക്ലോസൽ മസ്കാര. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു പഫ്, ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ, ഐബ്രോ ഇങ്ങനെ കോംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷ്. പിന്നെ കുറച്ച് ബ്രഷ് സെറ്റുകളാണ്, പൗഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇത്രയാണ് മേക്കപ്പ് ഐറ്റംസിൽ വരുന്നത്. അപ്പോൾ ഇതിലടുത്ത് തിരിച്ചിട്ടേക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു പൗച്ചിൽ വരുന്ന സാധനങ്ങൾ. ഇത് ഫുൾ മേക്കപ്പ് ഐറ്റംസാണ്. അടുത്തത് ഒരു ചെറിയ പഫ്, ഒരു പൗച്ച് വീണ്ടും ഉണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. ലിപ്സ്റ്റിക്സും പിന്നെ ഒരു ലിപ് ബാമും ഉണ്ട്, പിന്നെ ലിപ് ലൈനേഴ്സ്. ഞാനിവിടെ എൻ്റെ ഒരു 3 ലിപ് ലൈനേഴ്സ് ഉണ്ട്. ഇത് ഏതിൻ്റെയാണോ ഉണ്ട്, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനേഴ്സാണ്. അത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ്സ് ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അതൊരു 1, 2, 3, അതൊരു 5 ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലിപ്സ്റ്റിക്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ്, നമ്മുടെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് മാറി മാറിയൊക്കെ ഇടാമല്ലോ. പിന്നെ ലിപ് ബാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെറിയ പൗച്ചിൽ വരുന്ന സാധനങ്ങൾ. അങ്ങനെ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കി വരുന്നത് ഹെയർ കോംബ്, നമ്മുടെ വലിയ ഹെയർ കോംബ്. പിന്നെ ഒരു ടെയിൽ കോമ്പുണ്ട്, അങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഒരു
പാഡ് വരുന്നുണ്ട്. നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാഡ്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ. പിന്നെ വരുന്നത് ഫേസ് വാഷ്. ഇത് ഡെർമാക്കോയുടെ കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ്. ഇത് നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫേസ് വാഷ്. പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഹെയറൊക്കെ ഭയങ്കര ഡ്രൈ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഹെയർ സെറത്തിനൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ 2-3 ഡ്രോപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എങ്ങാനും ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെക്ക് ചെയിൻ. ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്നതാണ് കേട്ടോ, ഇങ്ങനൊരു നെക്ക് ചെയിൻ. പിന്നെ കുറച്ച് ഹെയർ ബാൻഡ്സ് ഉണ്ട്, അതൊരു 3-4 എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ പൊട്ട്, കുറേ കളേഴ്സിലുള്ള കൊച്ചു പൊട്ടുകളുണ്ട് ഇതിനകത്ത്. പിന്നെ പെർഫ്യൂം. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചൊരു പെർഫ്യൂമാണ് കേട്ടത്, മെൻ പെർഫ്യൂമാണ്. ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഒരു പെർഫ്യൂം, ഞാൻ പെർഫ്യൂം അടിച്ചില്ല, പെർഫ്യൂം അടിച്ചേക്കാം. നല്ല മണമാണ് കേട്ടോ അതിന്. അപ്പോൾ പെർഫ്യൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വള, ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇട്ടിരുന്നതാണ്. പിന്നെ കുറച്ച് ഹെയർ പിൻസ്, പിന്നെ റബ്ബർ ബാൻഡ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ. പിന്നെ ഇതിൽ കുറച്ച് ഇയറിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഇയറിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഇയറിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ. അത്രേ ഉള്ളൂ. പിന്നെ ബേബി ഓയിൽ. ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ, ബേബി ഓയിൽ വെച്ചിട്ട് ഫേസിൽ ഫുൾ മേക്കപ്പ് ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടെ മസാജ് ചെയ്തിട്ട് ഈ പാഡ് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കും. ദെൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. അതാണ് എൻ്റെ മേക്കപ്പ് റിമൂവിങ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, തീർന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ട്രാവൽ ബാഗിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഉള്ളത് ഷാമ്പൂ, പിന്നെ ബ്രഷ് സെറ്റ്, അതൊക്കെ വേറെ ഒരു ഇതിലാണ്. അപ്പം ഞാൻ കോമണായിട്ട് എപ്പോഴും എവിടെ പോകുമ്പോഴും എൻ്റെ സാധനങ്ങളായിട്ട് ഞാൻ ബാഗിൽ വയ്ക്കുന്ന ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രാവൽ ബാഗിലുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വ്ലോഗ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയണമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.